കോട്ടയത്തെ നവജാത ശിശു കടത്ത് കേസിൽ പ്രതികൾ കുട്ടികളെ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച പോലീസ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും. അതേസമയം വിൽപ്പനയിൽ ഇടനിലക്കാരിയായ കൊല്ലം സ്വദേശിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയത്തെ നവജാത ശിശു കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. ചൊവ്വാഴ്ച അറസ്റ്റിലായ രാജ, അർജുൻ എന്നിവരെ കൂടാതെ കൊല്ലം സ്വദേശിനി അനീന എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം പ്രതികൾ മുൻപ് ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് വിൽപ്പന നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കുട്ടിയെ വിറ്റതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. വിൽപ്പന നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. കൊച്ചുങ്ങളെ കേരളത്തിൽ തന്നെയാണ്. നിലവിൽ ഒരു കേസാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. മറ്റ് ചില ഇൻസിഡന്റും കൂടെ നമ്മുടെ അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. ഇന്നലെ കൊല്ലത്ത് നിന്ന് പിടികൂടിയ അനീനയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. മറ്റു 2 പ്രതികൾ നിലവിൽ റിമാൻഡിലാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കേസിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം അസം സ്വദേശിനി ജോലി തേടിയാണ് കോട്ടയം തീക്കോയിലെത്തിയതെന്നാണ് പ്രതികൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പ്രതികൾ 1 മാസം മുമ്പാണ് തീക്കോയിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. തീക്കോയി ഞണ്ടുകല്ല് അംഗനവാടിയിലെ വർക്കറായ രമയാണ് അസം സ്വദേശിനിയെ രക്ഷപ്പെടാനിടയൊരുക്കിയത്. എങ്ങനെ നീ ഇവിടെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആര് കിഡ്നാപ്പ് ചെയ്തു? അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പുതിയ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതോടെ കേസിന്റെ വ്യാപ്തിയും ഗൗരവവും വർദ്ധിക്കുകയാണ്. പ്രതികളിൽ ഒരാളായ രാജ തമിഴ്നാട് സ്വദേശിയായതിനാൽ കേരളത്തിന് പുറത്ത് മുൻപ് സമാനമായ സംഭവത്തിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.